ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് അടിപൊളിയായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ മെൻസ്ട്രൽ കപ്പിനെ കുറിച്ചിട്ട് നമ്മൾക്ക് കോമൺ എനിക്ക് ഉൾപ്പെടെ കുറേ ഡൗട്ട്സ് തോന്നിയിട്ടുണ്ട്. ആ ഒരു ഡൗട്ട്സ് എനിക്ക് തോന്നുന്നു കോമൺ ആയിട്ട് എല്ലാ ഗേൾസിനും മനസ്സിലുള്ളതായിരിക്കും. അപ്പോൾ ആ ഒരു ഡൗട്ട് കംപ്ലീറ്റ് ഈ ഒരു വീഡിയോയിൽ ഞാൻ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ മെൻസ്ട്രൽ കപ്പിനെ കുറിച്ചിട്ട് ഓൾറെഡി ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതും കൂടി കാണുക. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ്, പിന്നെ അതെങ്ങനെയാണ് വെക്കേണ്ടത് കാര്യങ്ങളൊന്നുള്ളതെല്ലാം ഞാൻ ആ ഒരു വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കും, നിങ്ങൾ അതും കൂടി ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ഡൗട്ട്, അത് എന്തൊക്കെ ഡൗട്ടാണെന്നുള്ളത് ഞാൻ വഴിയെ പറഞ്ഞുതരാം. മീൻസ് ഇപ്പം നമുക്ക് വരുന്ന ഒരു കോമൺ ഡൗട്ടാണ് എങ്ങനെ യൂസ് ചെയ്യണം, പിന്നെ വജൈന ലൂസ് ആകുമോ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, പിന്നെ നമുക്ക് ഈ കപ്പ് തന്നെ എത്ര നേരം ബോയിൽ ചെയ്യണം, മീൻസ് ചൂടുവെള്ളത്തിലിടണം. നമുക്ക് ബേസിക് ആയിട്ട് കുറേ കാര്യങ്ങൾ അറിയാം, എങ്ങനെയൊക്കെയാണ് കപ്പ് വെക്കേണ്ടതെന്ന് അറിയാം, പിന്നെ കുറച്ച് ചൂടുവെള്ളത്തിലിടണം എന്നറിയാം, എടുക്കുമ്പോഴും വെക്കുമ്പോഴും ഒക്കെ ഇടണം എന്നറിയാം, വാഷ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും, കുറേ നാൾ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും, ഏറ്റവും കൂടുതൽ എക്സ്പെൻസ് കുറച്ച് നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അങ്ങനെ കോമൺ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ അറിയാം. പക്ഷെ നമുക്ക് അറിയാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്ക് ഇത് വാങ്ങിക്കുമ്പോൾ നമ്മൾ ഇതിന്റെ സൈസ് നോക്കിയായിരിക്കും വാങ്ങിക്കുന്നത്. അപ്പൊ ആ ഒരു സൈസ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ള കുറച്ച് കാര്യങ്ങൾ എൻ്റെ മനസ്സിലുള്ളത് പോലെ തന്നെ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കും. അപ്പൊ അതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽഡ് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ എന്താണ് മെൻസ്ട്രൽ കപ്പ് എന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മെൻസ്ട്രേഷൻ ടൈമിൽ നമ്മുടെ ബ്ലഡ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, നോട്ട് അബ്സോർബ് ചെയ്യാനല്ല, കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വജൈനയിലേക്ക് ഇൻസേർട്ട് ചെയ്ത് വയ്ക്കുന്ന ഒരു സംഭവമാണ്, ഒരു കപ്പാണ് ഈ ഒരു മെൻസ്ട്രൽ കപ്പ് എന്ന് പറയുന്നത്. കോമൺ ആയിട്ട് നമുക്ക് ചിന്തിക്കാന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. മെൻസ്ട്രൽ കപ്പ് വയ്ക്കുമ്പോൾ എന്തുകൊണ്ട് നമുക്ക് ഇൻഫെക്ഷൻ വരുന്നില്ല, എന്തുകൊണ്ട് നമ്മൾ ഈ 10 വർഷം വരെ ഉപയോഗിക്കുന്നു. കാര്യം 10 വർഷം വരെ ഉപയോഗിക്കാൻ മീൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ പ്രോപ്പറായിട്ട് നമ്മൾ കൊണ്ടുപോയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻഫെക്ഷൻ വരാൻ ചാൻസ് ഉള്ളതാണ്. ഈ കപ്പ് നമ്മൾ വാഷ് ചെയ്ത് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ട് അത് 10 വർഷം വരെ യൂസ് ചെയ്യാൻ പറ്റുന്നു? അങ്ങനെ കുറച്ച് കാര്യം നമ്മുടെ മനസ്സിലുണ്ട്. അപ്പോൾ ഈ ഒരു മെൻസ്ട്രൽ കപ്പ് എന്ത് മെറ്റീരിയൽ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്നാണ് നെക്സ്റ്റ് ഞാൻ പറഞ്ഞുതരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അത് പറയുമ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇത് ഇത്രയും സേഫ് ആണെന്ന് മനസ്സിലാവും. മെൻസ്ട്രൽ കപ്പ് മെഡിക്കൽ ഗ്രേഡ് സിലിക്കൺ കൊണ്ടാണ് യൂസ് ചെയ്തേക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിനകത്തേക്ക് ഇത് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അലർജിക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്ന് അപ്രൂവ് ചെയ്തിട്ടുള്ള സിലിക്കൺ മെറ്റീരിയൽ കൊണ്ടിട്ടാണ് ഈ ഒരു കപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതാണ് ഫസ്റ്റ് കാര്യം. ഓക്കെ, നെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പാഡ് യൂസ് ചെയ്യുമ്പോഴായാലും നമ്മളെ ടാമ്പോൺസ് യൂസ് ചെയ്യുമ്പോഴായാലും അതിലെ കെമിക്കൽ സബ്സ്റ്റൻസസ് അടങ്ങിയിട്ടുണ്ട്. ഈ ഒരു മെൻസ്ട്രൽ കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ ഒരു കെമിക്കൽ സബ്സ്റ്റൻസസോ കാര്യങ്ങളോ ഒന്നും അടങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്കിത് സേഫ് ആണ്. നെക്സ്റ്റ് പറയുകയാണെങ്കിൽ നമ്മൾ പാഡ് വെച്ചായാലും ടാമ്പോൺസ് വെച്ചായാലും ഇതെന്താണ് സംഭവിക്കുന്നത്, ഇതിനെ ബ്ലഡിനെ അബ്സോർബ് ചെയ്താണ് വെക്കുന്നത്. ഇത് കുറേ നേരം കഴിയുമ്പോൾ ഇതിനകത്ത് ഇൻഫെക്ഷൻസ് വരാനും ആ ഒരു ഇൻഫെക്ഷൻസ് നമുക്ക് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ, ബാക്ടീരിയാസ് വന്ന് നമുക്ക് ഓരോ ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ കം ടു നമ്മുടെ കപ്പിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇത് ബ്ലഡ് അതിനകത്തേക്ക് കളക്ട് ചെയ്യുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻഫെക്ഷൻസ് ഒന്നും അങ്ങനെ വരില്ല. പിന്നെ ബാഡ് സ്മെല്ല് നമുക്ക് ഉണ്ടാവാത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്ലഡ് എയറുമായിട്ട് കോണ്ടാക്ട് ആകുന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് ബാഡ് സ്മെല്ല് വരാത്തത്. പാഡ് വയ്ക്കുമ്പോഴൊക്കെ ആയാലും ചിലപ്പോൾ നമുക്ക് ബാഡ് സ്മെല്ല് വരാൻ ചാൻസ് ഉണ്ട്. കുറേ നേരം കഴിയുമ്പോൾ അത് എയറുമായിട്ടൊരു കോണ്ടാക്ട് ഉണ്ട്. ഇത് അങ്ങനത്തെ ഒരു കോണ്ടാക്ട് ഇല്ലാത്തത് കൊണ്ടാണ് ബാഡ് സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും വരാത്തത്. ഇൻഫെക്ഷൻസ് എന്തുകൊണ്ടാണ് കുറവെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിലിക്കൺ മെറ്റീരിയൽ ആയതുകൊണ്ട് വളരെ സോഫ്റ്റ് ആണ്, ഹോൾസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതിനകത്ത് ഇൻഫെക്ഷൻസ് മീൻസ് ബാക്ടീരിയാസ് പറ്റിപ്പിടിച്ചിരിക്കാൻ പറ്റില്ല, കാര്യം സ്മൂത്ത് സർഫസ് ആണല്ലോ. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രോപ്പറായിട്ട് നല്ല ചൂടുവെള്ളത്തിനകത്ത് ഇട്ട് എടുക്കുമ്പോഴത്തേക്കും തന്നെ അതിനകത്തുള്ള ബാക്കി ബാക്ടീരിയാസ് കാര്യങ്ങൾ തന്നെ അപ്പം തന്നെ ചത്തുപോകും. അതുകൊണ്ടാണ് നമുക്ക് ഇൻഫെക്ഷൻ ഇല്ലാതെ ഒരുപാട് നാളത് യൂസ് ചെയ്യാം എന്ന് പറയുന്നത്. പിന്നെ ഇതൊരു ലാറ്റക്സ് ഫ്രീ ആണ്. കാര്യം ലാറ്റക്സ് മീൻസ് യൂസ് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ മിക്കുള്ളവർക്കും അലർജിക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. പക്ഷെ നമ്മുടെ മെൻസ്ട്രൽ കപ്പ് ലാറ്റക്സ് ഫ്രീ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അലർജിക്കും കാര്യങ്ങളും ഒന്നും യൂസ് ചെയ്യാം മീൻസ് ഉണ്ടാവില്ല. പിന്നെ നെക്സ്റ്റ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 10 വർഷമോ അല്ലെങ്കിൽ 7 വർഷം 8 വർഷമൊക്കെ ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് പറയുന്നതിന്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതെന്ന് വെച്ചാൽ കീറിപ്പോകത്തില്ല, അങ്ങനത്തെ ഒരു കാര്യമല്ല. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹീറ്റ് റെസിസ്റ്റൻസ് ഉണ്ട്. നമ്മൾ വെള്ളത്തിനകത്തിട്ട് എടുത്താലും വേറെ പ്രശ്നമില്ല, ഷേപ്പിന് മാറ്റം വരില്ല.
അതേപോലെ ഇത് സ്ട്രോങ് ആൻഡ് ഫ്ലെക്സിബിൾ ആണ്. ഓക്കെ, നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ വരുന്നതാണ്, കപ്പ് ലോങ് ടൈം യൂസ് ചെയ്താൽ പ്രശ്നം വരുമോ എന്നുള്ളത്. ഇല്ല, ഒരിക്കലും ലോങ് ടൈം യൂസ് ചെയ്താൽ പ്രശ്നം വരില്ല. നമ്മൾ പ്രോപ്പറായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് 8 മണിക്കൂറോ 6 to 8 മണിക്കൂറിൻ്റെ അകത്ത് നമുക്ക് ഇത് എടുത്ത് വാഷ് ചെയ്ത് പിന്നും നമുക്ക് വയ്ക്കാവുന്നതാണ്. അതുകൊണ്ട് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇത് മെഡിക്കൽ ഗ്രേഡ് സിലിക്കൺ കൊണ്ട് യൂസ് ചെയ്തത് കൊണ്ട് തന്നെ ടോക്സിക് ആയിട്ടുള്ള കെമിക്കൽസ് ഒന്നും നമ്മുടെ ബോഡിയിലേക്ക് റിലീസ് ചെയ്യില്ല. അതുകൊണ്ട് നമുക്കത് വളരെയധികം സേഫാണ്. നമ്മുടെ ബോഡിനകത്ത് ഇൻസേർട്ട് ചെയ്തെന്ന് പറഞ്ഞിട്ട് നമുക്ക് പ്രശ്നമില്ല, നമുക്ക് ബോഡിക്ക് സേഫാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ എന്തിൻ്റെ കാര്യം, നമുക്ക് ഈ മെറ്റീരിയൽ എന്തുകൊണ്ടാണ്, മീൻസ് നമ്മുടെ ഈ മെൻസ്ട്രൽ കപ്പിൻ്റെ മെറ്റീരിയൽ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, അത് എന്തുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിൽ സേഫാണ് എന്ന് പറയാനായിട്ടുള്ള മെയിൻ ആയിട്ടുള്ള കാരണം. നെക്സ്റ്റ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കപ്പ് സൈസ് നമ്മൾ നോക്കിയെടുക്കും. അപ്പോൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വണ്ണമുള്ളവർക്ക് ഈ ഒരു കപ്പാണ്, ലാർജ് കപ്പാണ്, വണ്ണം ഇല്ലാത്തവർക്ക് സ്മോൾ കപ്പാണ് എന്ന് പറയുന്നു. അതിലെന്ത് മാത്രം സത്യവും കാര്യങ്ങളും ഉണ്ടെന്നാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെയധികം പൊട്ടത്തരായിട്ടുള്ള ഒരു കാര്യമാണ്. അതല്ല സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ബോഡീനെയും നമ്മുടെ സെർവിക്സിനെയും നമ്മുടെ ഏജിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ കപ്പ് എന്ന് പറയുന്നത്. ഏജിനെക്കാട്ടിലും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളെ ബോഡി ആൻഡ് സെർവിക്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പം എന്താണ് ഈ ബോഡി, എന്താണ് ഈ സെർവിക്സ്, അതെന്താണ് ഈ മെൻസ്ട്രൽ കപ്പുമായിട്ട് റിലേറ്റ് ആണെന്നാണ് ഇനി ഞാൻ പറഞ്ഞുതരാൻ വേണ്ടി പോകുന്നത്. ബോഡീനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പെൽവിക് മസിൽസിന്റെ സ്ട്രെങ്ത്, വജൈനൽ ടൈറ്റ്നസ്, ഡെലിവറി ഹിസ്റ്ററി എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമൽ ആണോ സി സെക്ഷൻ ആണോ, പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഏജ്, ഇതാണ് ബോഡീനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുക എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ഒരാൾക്കാണെങ്കിൽ പെൽവിക് മസിൽസ് ലൂസായിരിക്കും, സ്ലൈറ്റ്ലി ലൂസായിരിക്കും. അങ്ങനെയുള്ളവർക്ക് മീഡിയം അല്ലെങ്കിൽ ലാർജ് കപ്പായിരിക്കും നല്ലത്. എന്ന് കഴിഞ്ഞാൽ യങ്ങർ ഏജിലാണ്, ഡെലിവറി ഒന്നും കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കപ്പാണ്, സ്മോൾ അല്ലെങ്കിൽ മീഡിയം കപ്പ് യൂസ് ചെയ്യാമെന്നാണ്. നമ്മൾ ഫ്ലോയിനെ ഡിപ്പെൻഡ് മാത്രമല്ല കപ്പ് സെലക്ട് ചെയ്യുന്നത്, ഈ ഒരു ബോഡീനെ ഡിപ്പെൻഡ് ചെയ്തും കൂടിയാണ് കപ്പ് സെലക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് സെർവിക്സിന്റെ കാര്യം പറഞ്ഞു. ഇനി എന്താണ് ഈ സെർവിക്സും ഈ കപ്പും തമ്മിലുള്ള ബന്ധം എന്നാണ് പറഞ്ഞുതരാൻ പോകുന്നത്. സെർവിക്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ യൂട്രസിന്റെ ബോട്ടം ലൈനിൽ കാണപ്പെടുന്നതാണ്. ഇത് പീരീഡ് സമയത്ത് ചിലവർക്ക് താഴേക്ക് വരാം, ചിലവർക്ക് മേളിലേക്ക് പോവാം എന്നുള്ളതാണ്. ഈ മേളിലേക്ക് ഇരിക്കുന്നതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കപ്പ് ഭയങ്കരമായിട്ട് ഉള്ളിലേക്ക് കയറിപ്പോവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഏത് കപ്പായിരിക്കും, മീഡിയം ടു ലാർജ് കപ്പായിരിക്കും നല്ലത്. മിഡിലാണ് സെർവിക്സ് അല്ലെങ്കിൽ മീഡിയം സെർവിക്സ് ആണെന്നുണ്ടെങ്കിൽ കപ്പ് ഏതായാലും പ്രശ്നമില്ല. ആ ഒരു സമയത്ത് നമുക്ക് ഫ്ലോ കൺസിഡർ ചെയ്താൽ മതി. നിങ്ങൾക്ക് ലാർജോ മീഡിയമോ സ്മോളോ ഒക്കെ എടുക്കാം. ഇനി സെർവിക്സ് ലോ ആയിരിക്കും, താഴെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഈ ഒരു കപ്പ് വെക്കുമ്പോൾ തന്നെ അത് ഇൻസേർട്ട് ആയിക്കോളും, പ്രശ്നമൊന്നുമില്ല. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് മീഡിയം അല്ലെങ്കിൽ സ്മോൾ കപ്പ് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം ഇതാണ് ഈ രണ്ട് കാര്യം, എന്താണ് സെർവിക്സും ബോഡീനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇനി നമുക്കിതെങ്ങനെ നമ്മുടെ സെർവിക്സ് താഴെയാണോ മുകളിലാണോ എന്ന് മനസ്സിലാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഫിംഗർ യൂസ് ചെയ്ത് നമുക്കത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഫിംഗർ യൂസ് ചെയ്ത് ഭയങ്കരമായിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അത് ടച്ച് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് ഹൈ ആണ്. മീഡിയം ആണെങ്കിൽ നമുക്ക് ജസ്റ്റ് കുറച്ചൊന്ന് ഫിംഗർ കയറ്റുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇവിടെ നിന്ന് എൻട്രി കഴിഞ്ഞൊന്ന് മുകളിലോട്ട് പോകുമ്പോൾ നമുക്കൊരു ടച്ച് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോ സെർവിക്സ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് ഡിപ്പെൻഡ് ചെയ്ത് വേണം എന്ത് കപ്പ്, സ്മോൾ വേണോ മീഡിയം വേണോ ലാർജ് വേണോ എന്ന് നിങ്ങൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാതെ വണ്ണം വെച്ചിരിക്കുന്നവർക്ക് ലാർജ്, വണ്ണം കുറഞ്ഞിരിക്കുന്നവർക്ക് സ്മോള്, പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല ഇതിനുള്ളത്. പിന്നെ ഏജ് എന്ന് പറയുന്ന ഒരു കാര്യവും ഫാക്ടർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അങ്ങോട്ട് പോകുമ്പോൾ ചെറിയ രീതിയിലാണെങ്കിലും ഈ ഒരു സംഭവത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള മണ്ടത്തരങ്ങളെല്ലാം നിങ്ങളുടെ മനസ്സിൽ നിന്ന് മായ്ച്ച് കളയാം. പിന്നെ നെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് ലൂബ്രിക്കന്റ് വേണോ വേണ്ടയോ എന്നുള്ളതാണ്. ലൂബ്രിക്കന്റ് വേണോ വേണ്ടെന്നുള്ളത് ഓപ്ഷണൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിൽ വാട്ടർ ബേസ്ഡ് ലൂബ്രിക്കന്റ് ഞാൻ എടുത്തു പറയുന്നത് അങ്ങനത്തെ ലൂബ്രിക്കന്റ് മാത്രം യൂസ് ചെയ്യുക, അല്ലാതെ കോക്കനട്ട് ഓയിലോ വാസലിനോ നമ്മുടെ കയ്യിൽ കിട്ടുന്ന എന്തും യൂസ് ചെയ്യാതെ വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ലൂബ്രിക്കന്റ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ലൂബ്രിക്കന്റെ കാര്യം നിങ്ങൾക്ക് ഓക്കെ ആയി കാണുമല്ലോ. ഇനി എത്ര നേരം വരെ യൂസ് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നോർമൽ ഡേയ്സ് ഒക്കെ ആണെങ്കിൽ 6 to 8 hours വരെ വയ്ക്കാം. അല്ലാത്ത പക്ഷമാണെങ്കിൽ ഹെവി ഫ്ലോ ആണെങ്കിൽ 4 to 6 hours വയ്ക്കാം. നൈറ്റ് നമുക്ക് സേഫ് ആയിട്ട് അടിപൊളിയായിട്ട് കിടന്നുറങ്ങാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ പാഡും ടാമ്പോൺസ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ചെയ്യുന്ന പോലുള്ള ടെൻഷനോ കാര്യങ്ങളോ ഒന്നും ഇതിനകത്ത് ഇല്ല. ഇനി നമ്മുടെ കപ്പ് സ്റ്റെറിലൈസ് ചെയ്യുന്ന കാര്യം 5 to 10 മിനിറ്റ് വരെ നല്ല വെട്ടി തിളപ്പിച്ചിട്ടുള്ള വെള്ളത്തിനകത്ത് ഇട്ട് വയ്ക്കുക. അതിനകത്ത് ഇട്ട് തിളപ്പിക്കണം എന്നല്ല, നല്ല തിളച്ച വെള്ളത്തിനകത്ത് 5 to 10 മിനിറ്റ് ഇട്ട് വെച്ചതിന് ശേഷം യൂസ് ചെയ്യുക.
യൂസ് ചെയ്തിട്ട് ഓരോ ടൈം നമ്മൾ മാറ്റുമ്പോഴും എടുത്ത് നമ്മൾ സാധാ വെള്ളത്തിൽ കഴുകിയിട്ട് നമുക്ക് പിന്നെ വയ്ക്കാവുന്നതാണ്. എല്ലാം കഴിഞ്ഞു, പീരീഡ്സ് എല്ലാം കഴിഞ്ഞിട്ട് സെയിം പ്രോസസ്സ് തന്നെ 5 to 10 മിനിറ്റ് വരെ വെള്ളത്തിനകത്തിട്ട് നമുക്ക് ഒന്ന് കുറച്ച് നേരം അതിനെ 5 to 10 മിനിറ്റ് വരെ വെള്ളത്തിനകത്ത് ഇട്ട് വച്ചിട്ട്, മീൻസ് ചൂട് വെള്ളത്തിനകത്ത്, അതായത് തിളച്ച ചൂട് വെള്ളത്തിനകത്ത് ഇട്ട് വച്ചിട്ട് നമുക്കതിനെ എടുത്ത് ഉണക്കി ഡ്രൈ ആക്കിയിട്ട് നമുക്ക് വയ്ക്കാം. അതേ ഈർപ്പത്തോടു കൂടി വയ്ക്കരുത്. എന്തെങ്കിലും ഒരു നല്ല ക്ലീൻ ആയിട്ടുള്ള ടിഷ്യൂ എന്തെങ്കിലും വെച്ച് തുടച്ചിട്ട് നമുക്ക് നേരെ തിരിച്ച് വെക്കാവുന്നതാണ്. ഇനി ഇതിനകത്ത് നമുക്ക് നിങ്ങൾ ചിലപ്പോൾ സോപ്പോ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്ത് വെച്ച് കഴുകുന്നുണ്ടെങ്കിൽ അപ്പം തന്നെ സ്റ്റോപ്പ് ചെയ്തോണം. അതൊന്നും യൂസ് ചെയ്ത് ചിലപ്പോൾ നമുക്ക് ഈ പെർഫ്യൂം ഒന്നും ഇല്ലാത്ത അൺസെന്റ് എന്ന് വെച്ചാൽ മണമൊന്നും ഇല്ലാത്ത ടൈപ്പ് ഓഫ് ലോഷൻസ് കിട്ടും കഴുകാൻ വേണ്ടിയിട്ട്. അതൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അത് വെച്ച് വാഷ് ചെയ്തിട്ട് കഴുകി കളയുക. അതല്ലാത്ത പക്ഷം നിങ്ങൾ വേറെ നമ്മൾ യൂസ് ചെയ്യുന്ന കുളിക്കുന്ന സോപ്പോ ബോഡി വാഷോ അങ്ങനെയൊക്കെ നമ്മുടെ ബാത്റൂമിലൊക്കെ കാണുമല്ലോ. അപ്പം നമുക്ക് കുറച്ചും കൂടെ മണം ഇരിക്കട്ടെ എന്നൊക്കെ കരുതിയിട്ട് നമ്മളെപ്പോഴും നമ്മുടെ ഹൈജീൻ്റെ ഭാഗമായിട്ട് നമ്മൾ വിചാരിക്കുന്നത് മണം ആണല്ലോ നമ്മുടെ ഹൈജീൻ എന്നല്ലേ. പക്ഷെ അല്ല, ചില കാര്യങ്ങളിൽ മണം ഹൈജീൻ്റെ ഭാഗമല്ല, ചില കാര്യങ്ങളിൽ മാത്രമേ ഉള്ളൂ. ഞാൻ എടുത്തെടുത്ത് പറയുന്നത് ആ ഒരു സംഭവം ഇതിനകത്ത് യൂസ് ചെയ്തിട്ട് കഴുകാൻ വേണ്ടിയിട്ട് പാടില്ല. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി ഞാൻ നെക്സ്റ്റ് പറയാൻ പോകുന്നത് കപ്പ് എങ്ങനെ റിമൂവ് ചെയ്യാന്നുള്ളത് കാര്യമാണ്. കപ്പ് വെക്കുമ്പോഴായാലും കപ്പ് റിമൂവ് ചെയ്യുമ്പോഴായാലും ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് റിലാക്സ് ആയിട്ടിരിക്കുക. ഇതെന്തോ ഒരു വലിയ ഭാരം നമ്മൾ ചുമക്കാൻ പോകുന്നുള്ള ഒരു ഫീലോ കാര്യങ്ങളോ ഒന്നും കൊടുക്കാതെ പതുക്കെ നമ്മൾ മെല്ലെ ഒന്ന് ഇരുന്നിട്ട് നിങ്ങൾ ഏത് പൊസിഷനിൽ നിന്നാണോ എടുക്കാൻ പോകുന്നത് ജസ്റ്റ് റിലാക്സ് ചെയ്തിട്ട് നമ്മളെ ഫിംഗർ ജസ്റ്റ് ഒന്ന് കയറ്റി ഒന്ന് പുഷ് ചെയ്തിട്ട് പതുക്കെ ഒന്ന് വലിക്കുക. സ്പീഡിന് വലിക്കാൻ നിൽക്കുക, പതുക്കെ വലിക്കുക. കൂളായിട്ട് അത് ഇങ്ങനെ തന്നെ വരും. പ്രസ് ചെയ്തിട്ട് എടുക്കുക, അല്ലാതെ ഇങ്ങനെ പിടിച്ച് വലിക്കുക, സ്റ്റെമ്മിൽ പിടിച്ച് വലിക്കാനൊന്നും പാടില്ല എന്നുള്ളതാണ് നെക്സ്റ്റ് കാര്യം നിങ്ങളോട് എനിക്ക് ഷെയർ ചെയ്യാനുള്ളത്. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പോൾ എങ്ങനെയാണ് എടുക്കേണ്ടത് മനസ്സിലായല്ലോ. നെക്സ്റ്റ് ഏറ്റവും വലിയൊരു ക്വസ്റ്റ്യൻ, ഇടയ്ക്ക് നമ്മുടെ ഇൻസ്റ്റഗ്രാമിലേക്ക് ഇങ്ങനെ ഓടിക്കൊണ്ടിരുന്ന ഒരു വീഡിയോ, അത് എനിക്കും ഷെയർ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. 2-3 പേരുടെ കയ്യിൽ നിന്നാണ് കിട്ടിയിട്ടുള്ളത്. ഇത് യൂസ് ചെയ്ത് വജൈന ലൂസായി പോകും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലും ഇല്ല, വജൈന ഒന്നും ലൂസാവില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് നമ്മളെ ഡെലിവറി, നമ്മളെ പെൽവിക് ഏരിയാസിലുള്ള ലൂസ് ടൈറ്റൻ ആ ഒരു കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ലൂസ് ആകുന്നതും ടൈറ്റ് ആകുന്നതും ഒക്കെ നമ്മളെ ഡെലിവറി അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അല്ലാതെ ഈ മെൻസ്ട്രൽ കപ്പ് വെച്ചത് കൊണ്ടോ മെൻസ്ട്രൽ കപ്പ് എടുത്തത് കൊണ്ടോ ഒന്നുമല്ല. മെൻസ്ട്രൽ കപ്പ് എടുക്കുന്നത് നമ്മളിങ്ങനെ വലിക്കുന്നത് കൊണ്ട് വിചാരിക്കുന്നതായിരിക്കും താഴേക്ക് വരുന്നതെന്ന്. ഒരിക്കലും അങ്ങനെയൊന്നും താഴേക്ക് വരില്ല. ഇത് പീരിയഡ്സ് സമയത്ത് നമ്മൾക്ക് കുറച്ച് സർവിക്സ് ഇങ്ങനെ താഴേക്കോ മുകളിലേക്കോ ഒക്കെ വരുന്ന ഒരു സമയമാണ്. അത് കഴിഞ്ഞിട്ട് ഇത് പ്രോപ്പർ നേരെ എങ്ങനെയാണോ ആ ഒരു പൊസിഷനിലേക്ക് തന്നെ പോകും. നിങ്ങളൊന്ന് ചിന്തിച്ചു, നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മളിതൊന്ന് ഈ കപ്പ് വെക്കാൻ വേണ്ടി നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കും കേട്ടോ. ഈ നോർമൽ ദിവസത്തിൽ ചിലപ്പം വെക്കാൻ ട്രൈ ചെയ്യുന്ന ഒരിക്കലും കയറാൻ പോകുന്നില്ല കേട്ടോ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സർവിക്സ് ഒരിക്കലും താഴേക്ക് വരില്ല. അല്ലെങ്കിൽ ഒരു പീരീഡ്സ് സമയത്ത് മാത്രമേ നമുക്ക് ഈ ഒരു സംഭവം വയ്ക്കാൻ പാകത്തിനായിട്ടുള്ള ഈ ഒരു നമ്മുടെ ബോഡി അത് ഓക്കെ ആവുള്ളൂ. അല്ലാത്ത ദിവസങ്ങളിലൊന്നും അത് ഓക്കെ ആവില്ല. അതുകൊണ്ട് നമുക്കത് വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ആ ദിവസത്തെ ഒരു കാര്യം മാത്രമാണിത്. അല്ലാതെ നമുക്ക് ഇത് വെച്ചെന്ന് പറഞ്ഞിട്ട് നമ്മളെ വജൈന താഴേക്ക് വരും അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഓക്കെ, അതൊക്കെ വെറും മണ്ടത്തരമായിട്ടുള്ളൊരു കാര്യമാണ്. മെൻസ്ട്രൽ കപ്പ് ആർക്കൊക്കെ യൂസ് ചെയ്യാന്ന് വെച്ചാൽ ടീനേജേഴ്സിന്, അൺമാരീഡ് ആയിട്ടുള്ളത്, ഡെലിവറി ഒക്കെ കഴിഞ്ഞ 6 മാസം, അത് ഡെലിവറി ഒക്കെ കഴിഞ്ഞവരാണെങ്കിൽ ഡോക്ടറിൻ്റെ അടുത്തുനിന്ന് ചോദിക്കുക അപ്പോൾ വയ്ക്കാം എന്നുള്ള കാര്യം. പിന്നെ നിങ്ങൾക്ക് വേറെ ഈ വജൈനൽ പോലെയുള്ള ഇൻഫെക്ഷൻസ്, പിന്നെ അത് ഡിസീസസ് അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വയ്ക്കാൻ ഫോഴ്സ്ഫുള്ളി വയ്ക്കാതിരിക്കുക. അല്ലാത്തവർക്ക് നോർമൽ ആക്റ്റീവ് ലൈഫ് സ്റ്റൈൽ ഹെൽത്തി ആയിട്ടിരിക്കുന്നവർക്ക് ആർക്ക് വേണമെങ്കിലും വയ്ക്കാൻ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുന്നവരടുത്ത് എനിക്ക് പറയാനുള്ളത്, ആദ്യമായിട്ട് യൂസ് ചെയ്യുമ്പോൾ ഇത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ സക്സസ് ആവണമെന്നില്ല. ഇപ്പോൾ ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുമ്പോൾ അത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും അറിയില്ല, അതിൻ്റെ ABCD ഒന്നും അറിയില്ല. നമ്മൾ വേറൊരാളെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നല്ല, നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമായതുകൊണ്ട് നമുക്ക് അതിനെപ്പറ്റി വലിയ ഐഡിയ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിലും നമ്മളെന്താ കുറച്ച് ബുദ്ധിമുട്ട്. അപ്പോൾ ഐഡിയ ഉണ്ടെങ്കിലും ഐഡിയ ഇല്ല എന്നുണ്ടെങ്കിലും ചെറിയൊരു ബുദ്ധിമുട്ട് കാണും. ഫസ്റ്റ് ഒരു 4-5 മാസമൊക്കെ കഴിയുമ്പോൾ നമുക്കിത് ഈസി ആയിട്ടും അതെങ്ങനെയാണ് വെക്കേണ്ടതെന്നും നമ്മൾ പല മെത്തേഡും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പം അങ്ങനെയുള്ളവർ പാനിക് ആവാതിരിക്കുക എന്നുള്ളതാണ്. പിന്നെ ബാക്കിയുള്ളവർ കുറേ മിത്തും കാര്യങ്ങളൊക്കെ പറയും, അത് ഈ ചെവി കൂടെ കേൾക്കുക, ഈ ചെവി കൂടെ കളയുക എന്നുള്ളതാണ്. എന്താ, നിങ്ങൾ കല്യാണം കഴിഞ്ഞിട്ടില്ല, നിങ്ങൾ വയ്ക്കാൻ വേണ്ടി പാടില്ല, നിങ്ങൾ വെച്ച് കഴിഞ്ഞാൽ അത് സംഭവിക്കും, നിങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ഇത് സംഭവിക്കും. അതൊക്കെ വെറുതെ പറയുന്നതാണ്. എപ്പോഴും ഞാൻ പറയട്ടെ, നമ്മളെ പീരീഡ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ അത്രയും എൻജോയ് ചെയ്ത് പോവേണ്ട, എൻജോയ്മെൻ്റ് അല്ല, ചിലപ്പോൾ വേദനകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു എങ്കിലും നമുക്കൊന്നും ഒരു കംഫർട്ടബിൾ ഫീൽ
എന്ന് പറയുന്ന ഒരു സാധനം നമുക്ക് എപ്പോഴും കിട്ടണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഇതാണ്, ഈ ഒരു കപ്പ് നല്ലൊരു ഓപ്ഷനാണ്. കാര്യം നമ്മൾ ഈ ഒരു പാഡൊക്കെ വെക്കുമ്പോൾ തന്നെ നമുക്കൊരു ബ്ലീഡിങ് നടക്കുന്നുണ്ട്, നമ്മുടെ ശരീരത്തിൽ എന്തോ ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട്, അത് നമുക്ക് ആ ഒരു സംഭവം വെക്കുമ്പോൾ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. പക്ഷെ ഇത് കപ്പ് വെക്കുമ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു ഫീലേ ഉണ്ടാവില്ല. നമ്മൾ വെക്കുന്നു, ഓക്കെ, നമ്മൾക്ക് ഒരു വേദനയോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നുള്ളവർക്ക് ഒരു നോർമൽ ഡേ ആണ് ഈ ഒരു മെൻസ്ട്രൽ കപ്പ് എന്ന്. ഇടയ്ക്കിടയ്ക്ക് മാറ്റുക വെക്കുക എന്നുള്ള ഒരു ബുദ്ധിമുട്ടല്ലാതെ ബാക്കിയുള്ള സമയങ്ങളെല്ലാം ഓക്കെയാണ്. പാഡ് കമ്പാരിറ്റീവ്ലി പാഡിനെക്കാട്ടിലും എന്തുകൊണ്ടും നല്ലതാണ് ഈ മെൻസ്ട്രൽ കപ്പ് എന്ന് പറയുന്നത്. യൂസ് ചെയ്യുന്നവർ എന്തായാലും അടിച്ച് നിൽക്കാതെ ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. അപ്പോൾ എന്തുകൊണ്ടത് നിങ്ങളുടെ മനസ്സിലുള്ള ഒരു ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഏകദേശമൊക്കെ ഓക്കെ ആയി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് സേഫാണ്, ആ മെറ്റീരിയൽ എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. വജൈന ലൂസാവോ ഇല്ലയോ എന്ന് മനസ്സിലാവും. എത്ര നേരം വെള്ളത്തിലിട്ട് വെക്കണം, പിന്നെ എങ്ങനെ വെക്കണം, ഏതൊക്കെ മെത്തേഡ് ഉണ്ടെന്ന് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. ഏതൊക്കെ മെത്തേഡ് ആയിരിക്കും മിക്കുള്ളവരും പഞ്ച് ഡൗൺ മെത്തേഡ്, ഈ അകത്തേക്ക് ഇങ്ങനെ കപ്പിന്റെ അകത്തേക്ക് ഇങ്ങനെ ഇത് വെച്ചിട്ട് പഞ്ച് ഡൗൺ, അതായിരിക്കും കൂടുതലായിട്ട് എല്ലാവരും ചെയ്യുന്നത്. കാര്യം അതായിരിക്കും കുറച്ചും കൂടെ ഈസി ആയിട്ടുള്ളത്. അപ്പൊ ആ ഒരു കപ്പ് എങ്ങനെ വെക്കണം, എത്ര നേരം വെക്കണം എന്നുള്ളതൊക്കെ നോർമലായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഈ ഒരു കാര്യങ്ങളും കൂടി മനസ്സിലാക്കുക. അപ്പൊ സൈസ് സെലക്ട് ചെയ്യുമ്പോഴുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടതാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഗേൾസിന് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിന് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. അതുവരേക്കും ബൈ ബൈ.